40 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്തിട്ട് മരിച്ചൊരു രാജാവ് പോലും ഈ ലോകത്തില്ല. നല്ലൊരു ഐസ്ക്രീം തിന്ന് മരിച്ച രാജാവില്ല. സൂക്ഷിക്കണം, പിള്ളേരും ആനക്കൊമ്പുമായിട്ട് ചിലപ്പം നടനെന്നുള്ള നിലയിൽ നിങ്ങളെ പിടിച്ചോണ്ട് പോകും. പിന്നീട് കർദിനാൾ പ്രസംഗം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, എന്തേലും തമാശക്ക് പറയണം കേട്ടോ എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട്. അപ്പൊ അച്ഛനും ഇച്ചിരി സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ഉള്ള ആളാ. ഞങ്ങളിങ്ങനെ നടത്തി കൊണ്ടുവരുമ്പം ഫ്രണ്ടിൽ 3 കുട്ടികൾ ആനക്കൊമ്പിന്റെ കട്ടൗട്ട്, ആനക്കൊമ്പ് തെർമോക്കോളി വെട്ടിയതും കൊണ്ട് നടപ്പുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, സൂക്ഷിക്കണം, പിള്ളേരും ആനക്കൊമ്പുമായിട്ട് ചിലപ്പം നടനെന്നുള്ള നിലയിൽ നിങ്ങളെ പിടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞു. ഞാൻ അച്ഛ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോവുകയില്ല, പോവുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചും കൂടിയേ പോവുള്ളൂ, കൂട്ടുപ്രതിയായിട്ട് ഞാൻ പേര് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ പഴയ കാലം നല്ലതായിരുന്നു, ഇപ്പോൾ മോശമാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പണ്ടത്തെ അത്ര 3 നേരം ഭക്ഷണം വെച്ച എത്ര വീടുണ്ട്, ആ ഒരു അസുഖം വന്നാൽ എന്തെല്ലാം കുഴപ്പങ്ങളായിരുന്നു, യാത്രാ സൗകര്യങ്ങൾ ഇത്രയില്ല, കമ്മ്യൂണിക്കേഷൻ ഇത്രയില്ല. എന്തിനാ പറയുന്നത്, നല്ലൊരു 40 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്തിട്ട് മരിച്ചൊരു രാജാവ് പോലും ഈ ലോകത്തില്ല. എല്ലാം കുതിരപ്പുറത്തൊക്കെയാണ്. ഞാൻ ഊട്ടിയിലൊക്കെ പോയിട്ട് കുതിരപ്പുറത്ത് ഒരു റൗണ്ട് അടിച്ചപ്പോൾ തന്നെ നട്ടിൽ റബ്ബർ പോലെയായി. അപ്പൊ ഈ കുതിരപ്പുറത്തൊക്കെ ടിപ്പു സുൽത്താനൊക്കെ മൈസൂരിൽ നിന്ന് ഇവിടം വരെ വന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ വോൾവോ ബസ്സിന് പോയിട്ട് ഒക്കുന്നില്ല. അതാണ് നമ്മൾ പഴയ കാലം രാജാവിന്റെ അവസ്ഥയെ ഞാൻ പറയുന്നത്. നല്ലൊരു ഐസ്ക്രീം തിന്ന് മരിച്ച രാജാവില്ല. കാരണം ഫ്രിഡ്ജ് കണ്ടുപിടിച്ചിട്ടില്ല. 1921 കേരളത്തിൽ കറണ്ട് വന്നിട്ടുള്ളൂ. കാലം ഏറ്റവും പുതിയ ഫോൺ ആയിക്കോട്ടെ, വണ്ടി ആയിക്കോട്ടെ, കെട്ടിടം ആയിക്കോട്ടെ, ഏറ്റവും പുതിയതാണ്, ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ളത്, ഏറ്റവും നല്ലത് ഇതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പഴയ കാലം നല്ലതായിരുന്നു എന്ന് പറയുന്നത്? നമ്മുടെ സന്തോഷത്തിന്റെ അളവ് വെച്ചാണ്. ഇപ്പോൾ സൗകര്യങ്ങളുണ്ട്, സന്തോഷമില്ല. പണ്ട് സൗകര്യങ്ങളില്ല, സന്തോഷമുണ്ട് എന്നുള്ളിടത്താണ്. ഈ സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ട ഒന്നാണ്. ബി ഹാപ്പി ഫോർ നോ റീസൺ എന്ന് പറയും.